നമസ്കാരം. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതോടെ ഇന്ധന വില വർധനവ് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അവശ്യ വസ്തുക്കളുടെ വിലയും എണ്ണ വിലയും തമ്മിൽ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോൾ ശരാശരി 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടെങ്കിലും ഏതാണ്ട് ഒരേ നിലവാരത്തിലാണ് പെട്രോൾ വിൽക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയേക്കാൾ കൂടുതലാണ് നികുതി എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ എങ്ങനെയാണ് പെട്രോൾ വില നിശ്ചയിക്കുന്നതെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പെട്രോൾ ഡീസൽ വിലയെ സ്വാധീനിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എണ്ണ കമ്പനികൾക്കും സർക്കാരിനും എത്ര ലാഭം കിട്ടുമെന്ന വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ഘടകം ക്രൂഡ് ഓയിലാണ്. പെട്രോളും ഡീസലും ഉൾപ്പെടെ എല്ലാ ഇന്ധനങ്ങളും ക്രൂഡ് ഓയിലിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായ ഫോസിൽ ഇന്ധനത്തിന്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നതും കുറയുന്നതുമെല്ലാം ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണവില ഉയരുകയാണെങ്കിൽ ഇന്ത്യയിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടും. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇന്ത്യയിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയും. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കയറ്റിറക്കങ്ങൾ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലകളെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. ക്രൂഡ് ഓയിൽ എക്കാലത്തെയും കുറഞ്ഞ നിലവാരത്തിൽ എത്തിയ വേളയിൽ പോലും എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്താനായി ഇന്ധന വില കുറയ്ക്കാതിരിക്കുന്നതിനാൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഘടകം വിനിമയ നിരക്കാണ്. ക്രൂഡ് ഓയിലിന്റെ വില $ഡോളറിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനാൽ $ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ്. ഡോളറിനെതിരെ രൂപ ദുർബലമായാൽ ഇറക്കുമതി ചെയ്യുന്ന ഓരോ ബാരൽ ക്രൂഡ് ഓയിലിനും അധികം പണം മുടക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ ഭാരം കൂടി ഇന്ധനം വാങ്ങുന്ന സാധാരണക്കാരുടെ തലയിലേക്കാണ് വരുന്നത്. അടുത്തത് നികുതിയാണ്. കേന്ദ്ര സർക്കാർ നികുതി. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയ്ക്കുള്ള റോയൽറ്റി, കസ്റ്റംസ് നികുതി, എക്സൈസ് നികുതി, കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, സംസ്ഥാനങ്ങളുടെ വിൽപ്പന നികുതി, സംസ്ഥാന സെസ് തുടങ്ങിയ നികുതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. ഇന്ത്യയിൽ വിൽക്കുന്ന 1 ലിറ്റർ പെട്രോളിന് 19 രൂപ 90 പൈസ നിരക്കും ഡീസലിന് 15 രൂപ 80 പൈസ നിരക്കുമാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന എക്സൈസ് നികുതി. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഈ നികുതി പണവും ചേർക്കുന്നുണ്ട്. അടുത്തത് സംസ്ഥാന സർക്കാർ നികുതികളാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ സംസ്ഥാന സർക്കാരുകളുടെ നികുതി ചുമത്തുന്നുണ്ട്. ഓരോ സംസ്ഥാനവും വ്യത്യസ്തമായ നികുതി വ്യവസ്ഥയാണ് കൈകാര്യം ചെയ്യുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മൂല്യവർദ്ധിത നികുതി ഈടാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും അധികാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ നികുതി ചുമത്തുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. പെട്രോളിന് ലിറ്ററിന് 30.08% വിൽപ്പന നികുതി, 1 രൂപ അഡീഷണൽ വിൽപ്പന നികുതി, 1% സെസ്, 2 രൂപ സാമൂഹിക സുരക്ഷാ സെസ് എന്നിവയാണ് കേരളം ഈടാക്കുന്നത്. ഡീസലിന് ഇത് 22.76% വിൽപ്പന നികുതി, 1 രൂപ അഡീഷണൽ വിൽപ്പന നികുതി, 1% സെസ്, 2 രൂപ സാമൂഹിക സുരക്ഷാ സെസ് എന്നിങ്ങനെയാണ്. ഏറ്റവും അവസാനത്തേത് ഡീലർ കമ്മീഷനാണ്. പെട്രോളും ഡീസലും ചില്ലറ വിതരണം ചെയ്യുന്ന ഡീലർഷിപ്പുകൾ ലിറ്ററിന് നിശ്ചിത തുക കമ്മീഷനായി നൽകുന്നു. ഈ കമ്മീഷൻ അവരുടെ വിൽപ്പന അളവ് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. മലിനീകരണം കുറയ്ക്കാൻ സർക്കാരിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതിനാലാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയ്ക്ക് നികുതി ചുമത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കി ഇലക്ട്രിക് അടക്കം ബദൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ ചിലവ് കുറവായതിനാലും സർക്കാരിൽ നിന്ന് സബ്സിഡികൾ ലഭിക്കുന്നതിനാലും നിരവധി ആളുകൾ ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.